ഹായ് സുഹൃത്തുക്കളെ, ഇന്നാണ് നമ്മുടെ ഓച്ചിറക്കളി. അപ്പോൾ ഓച്ചിറക്കളിയുടെ വിശേഷങ്ങൾ കാണണ്ടേ? വാ, വേഗം വാ, സ്കിപ്പ് ചെയ്യരുത്. പഴയ കാലത്ത് നടന്ന ഒരു യുദ്ധത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഓച്ചിറക്കളി നടത്തുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ. എന്തേ ഇന്ന് ശരിക്കും തിരക്കുള്ള ഒരു ദിവസം കൂടിയാണ് ഈ ഓച്ചിറക്കളിയും. ഉച്ച ദിവസമാണ് ഇവിടുത്തെ മെയിൻ ഉത്സവങ്ങൾ. 56 കരകളിൽ നിന്നും കളരി പരിശീലിപ്പിച്ച കുട്ടികളുടെയും ആശാന്മാരുടെയും കളരികളാണ് ഇവിടെ കാണാൻ പോകുന്നത്. യുദ്ധം ഇതുണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് കന്നുവയ്ക്ക്. പരബ്രഹ്മ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഇതിനോട് സഹകരിച്ചിട്ടുള്ള മുഴുവൻ ഭക്തജനങ്ങളെയും ഒരിക്കൽ കൂടി സ്നേഹപുരസ്സരണം അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രൗഢഗംഭീരവും ആധ്യാത്മികവുമായ ചടങ്ങിന് കൃതജ്ഞത അർപ്പിക്കുന്നതിനായി അപ്പോൾ 56 കരകളിൽ നിന്നും കളരിമുറകൾ അഭ്യസിച്ച ഒരുപാട് ആൾക്കാർ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ, ഈ ഓച്ചിറക്കളി നടത്താൻ വേണ്ടിയിട്ട്. അത് കാണാനായിട്ട് ഒത്തിരി കാഴ്ചക്കാരും ഇന്ന് ഈ ഓച്ചിറയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതാണ് ഓച്ചിറയിലെ അന്നദാനപുര. കണ്ടോ, അതിൻ്റെ മുന്നിലെ ഒരു ക്യൂ തന്നെ ഭയങ്കര ക്യൂ ആയിരിക്കും. ഇന്നത്തെ ദിവസം അവിടെ ഫുള്ള് തിരക്കായിരിക്കും അന്നദാനപുരയിൽ. അതിൻ്റെ മുന്നിലും ഒരു ചെറിയ കുട്ടികളുടെ കളരി അഭ്യാസം നടന്നുകൊണ്ടിരിക്കുന്നു. അന്നദാനം കഴിക്കാനുള്ള ഒരു നീണ്ട നിര തന്നെയാണത് ഈ കാണുന്നത് കേട്ടോ. ഒത്തിരി ആൾക്കാർ അന്നദാനം കഴിക്കാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. പൂർണ്ണമായിട്ടും ലേലമാക്കി കൊടുത്തിട്ടുണ്ട്. വർഷങ്ങളായി നെഹ്റു ട്രോഫി വള്ളത്തിന്റെയും ഒരു വിജയം എന്ന് പറയുന്നത് അമ്പലങ്ങളോ വിഗ്രഹങ്ങളോ ഇല്ലാത്ത ഒരേ ഒരു ക്ഷേത്രം, അതാണ് ഓച്ചിറ ക്ഷേത്രം. അകമ്പടിയോടുകൂടി പരബ്രഹ്മത്തിന്റെ വാഹനമായ നന്ദികേശന്റെ അകമ്പടിയോടുകൂടി ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളും കരനാഥന്മാരും കളി ആശാന്മാരും എല്ലാവരും 12 മണിക്ക് തന്നെ അന്നദാനമന്ദിര ഓഫീസിന് മുന്നിൽ ഇവിടുത്തെ മറ്റൊരു ആരാധന ആണ് ഈ ഓച്ചിറ കാള. പണ്ടൊക്കെ ഓരോരുത്തർ ഇഷ്ടംപോലെ കാളകളെ നേർച്ചയൊക്കെ നേരിട്ട് ഈ ഓച്ചിറയിൽ കൊണ്ട് വിടാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓച്ചിറക്കാരുടെ സ്വന്തം നന്ദികേശൻ കാള. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ഘോഷയാത്ര ആരംഭിക്കും. അത് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം വിളിച്ചോതുന്ന ഓച്ചിറക്കളി, ഓച്ചിറയ്ക്ക് മാത്രം അവകാശപ്പെട്ട ഓച്ചിറക്കളി, രാജാക്കന്മാരുടെ യോദ്ധാക്കൾക്ക് പരിശീലനം നൽകിയ ഇടമായിരുന്നു ഈ ഓച്ചിറ. ആയോധനകളായ ഓച്ചിറക്കളി ഓച്ചിറയ്ക്ക് മാത്രം അവകാശപ്പെട്ട കളി. നാട്ടുകാരക്കാരുടെ മഹോത്സവം, അതാണ് ഓച്ചിറക്കളി. വഞ്ചിപ്പാട്ട് അവതരിപ്പിക്കുവാനായി എത്തിയിരിക്കുന്നത് അവരെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് വഞ്ചിപ്പാട്ട് അവതരിപ്പിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുകയാണ്. നമുക്കും പോയി വഞ്ചിപ്പാട്ടൊക്കെ കാണാം. അതിനു മുമ്പ് ഒരു കാഴ്ച കാണിച്ചു തരാം. ഈ ഓച്ചിറക്കളി നടക്കുന്ന കുളം കാണണ്ടേ? ഇതാണ് നമ്മുടെ ഓച്ചിറക്കളി നടക്കുന്ന കുളം. ഓച്ചിറ ചിറയെന്നൊക്കെയായിരുന്നു പണ്ട് തന്നെ പറയുന്നത്. ഇപ്പോൾ ഒരു കുളമായിട്ടാണ് ഈ കാണുന്നത് കേട്ടോ. 4 സൈഡും ചുറ്റുമതിൽ കെട്ടി പടികളൊക്കെ ഉള്ള ഒരു കുളം, മുട്ടനൊരു കുളമാണ് കേട്ടോ. അതിന് ചുറ്റും ഇങ്ങനെ ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് നിൽപ്പുണ്ട്. ഈ നിൽക്കുന്നത് കുറേ സമയം കഴിയും ഓച്ചിറക്കളി തുടങ്ങാൻ. എന്നാലും വെയിൽ കൊണ്ടുകൊണ്ട് എല്ലാവരും ആ കുളത്തിന് ചുറ്റും ഇങ്ങനെ ഇരിക്കുന്നത് തന്നെ ഒരു സുഖമുള്ളൊരു ഏർപ്പാടാണ്. അതെ, അവിടെ വഞ്ചിപ്പാട്ട് തുടങ്ങിയിട്ടുണ്ട്. വാ, നമുക്ക് പോയി നോക്കിയിട്ട് വരാം. ആറന്മുളക്കാരുടെ വഞ്ചിപ്പാട്ടാ. തപ്തകാഞ്ചന സന്നിവം ലംബോദരം വിശാലാക്ഷം
വന്ദേഹം ഗണനായകം ചെങ്കൊണ്ടിടത്തു മറുപാടൊരു ചക്രമുണ്ട് തുമ്പിക്കയ്യുമായി വന്നു ചേർത്തേക്ക് വഞ്ചിപ്പാട്ട് അങ്ങനെ നിൽക്കട്ടെ. അവിടെ ഘോഷയാത്ര വരുന്നുണ്ട്, നമുക്ക് അതൊന്ന് പോയി കണ്ടിട്ട് വരാം. കമോ. കളിസംഘങ്ങൾ കൊടി വാങ്ങണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. കളിസംഘങ്ങൾ കൊടി വാങ്ങുവാൻ നമ്മൾ വീണ്ടും നമ്മുടെ ചെറിയുടെ അടുത്തേക്ക് പോയി. ഇപ്പോഴും അവിടെ എല്ലാവരും ആകാംക്ഷയോടെ പച്ചക്കറിക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ സുഹൃത്ത് വേണ്ട ഇഞ്ചി മിഠായിയുമായിട്ട് അത് വഴി കടന്നു പോകുന്നത്. പുള്ളിക്കാരനെ ഞാൻ വിളിച്ചില്ല, കാരണം വിളിച്ചാൽ അവൻ്റെ 2 ഇഞ്ചി മിഠായി ഫ്രീ ആയിട്ട് എനിക്ക് തരും. അതുകൊണ്ട് ഞാൻ വിളിച്ചില്ല, അവനെ മുക്കോട്ടെന്ന് വിചാരിച്ചു. ഈ പറയുന്ന തൊട്ട് ഉത്സവം പോലെയാണ് അവൻ ഇഞ്ചി മിഠായി. ഇതിന് മുന്നോടിയായി ഒരു മാസം മുൻപ് 52 കളരികളിലും അക്ഷരയുടെ പരബ്രഹ്മത്തെ ആരാധിച്ചാൽ ദുരിതശാന്തിയും മോക്ഷപ്രാപ്തിയും ലഭിക്കുമെന്നുള്ള ഭക്തരുടെ വിശ്വാസം പടനിലം ഇന്ന് അംഗത്തക്കാവുകയാണ്. ഇവിടെ ഇന്ന് യുദ്ധം ആരംഭിക്കുവാൻ പോവുകയാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് അതുപോലെ തന്നെ ഈ ഓച്ചറക്കളിയിൽ വേറെ ഐതിഹ്യമാണ്. ഈ ഓച്ചറക്കളി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് 2 കൃഷ്ണപ്പരുന്തുകൾ ഈ ചിറയ്ക്ക് ചുറ്റും ഇങ്ങനെ വട്ടം വയ്ക്കുക എന്നുള്ളത്, അത് കൃത്യമായിട്ട് ഇന്നും അവിടെ സംഭവിച്ചെന്നുള്ളതാണ് കേട്ടോ. ആ പരുന്ത് ഇങ്ങനെ വന്ന് ആ ചിറയ്ക്ക് മുകളിലൂടെ ഇങ്ങനെ വട്ടം വെച്ച് അത് വലം വയ്ക്കുന്നതാണ് ഞാൻ കണ്ടത്. ഘോഷയാത്ര അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഭക്തിയും വിശ്വാസവും നിറഞ്ഞു നിൽക്കുന്ന ഓച്ചിറ കളി, ഭക്തിയുടെ നിറവിന് വിശ്വാസികൾ നിറഞ്ഞെത്തുന്ന ഓച്ചിറ കളി, പരബ്രഹ്മ വിശ്വാസികൾ എത്തിച്ചേരുന്ന ക്ഷേത്രം ഓച്ചിറ.
56 കരകളിൽ നിന്ന് വരുന്ന ആളുകൾ രണ്ടായിട്ട് വിഭജിച്ച് ഒരാൾ പടിഞ്ഞാറും ഒരാൾ കിഴക്കിൽ നിന്നാണ് ഈ ഓച്ചിറ ചിറയിലേക്ക് ഇറങ്ങുന്നത്. ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനപൂർവ്വം ഹസ്തദാനം ചെയ്യും. പിന്നാണ് കേട്ടോ ഓച്ചിറക്കളി. ഇപ്പോൾ ഏകദേശം എല്ലാവരും ഒന്ന് റെഡിയായി നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് കാണാം. നേരത്തെ ഈ ഓച്ചിറക്കളി ആയുധം വെച്ചുള്ള കളി തന്നെയായിരുന്നു. ഇപ്പം 1986-ലോ 80-ലോ അത് മാറ്റി ഈ ആയുധത്തിന് പകരം വടിയാക്കിയത് കേട്ടോ. അംഗംബെട്ടിനായി കിഴക്കും പടിഞ്ഞാറും യോദ്ധാക്കള് തയ്യാറെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. കളിയുടെ വൈഭവം വിളിച്ചോറിക്കൊണ്ട് 3 വയസ്സ് മുതൽ മുതിർന്നവർ വരെ അംഗംബെട്ടിനായി ഈ പർവ്വതത്തിലേക്ക് ഇറങ്ങുകയാണ്. ഈ വെള്ളക്കെട്ടിലേക്ക് ഇറങ്ങുകയാണ്. യുദ്ധഭൂമിയിലേക്ക് വീരന്മാര് എത്തുകയാണ്. ഇവര് പരസ്പരം കഥ പറഞ്ഞുകൊണ്ട് ഇവിടേക്ക് കരനാഥന്മാര് ഈ മേഖല ഇന്ന് അലകുകൊണ്ടുള്ള പ്രത്യേക പരിചയമുണ്ടാക്കി ഇവരേക്ക് ഇറങ്ങുകയാണ്. മനോഹരമായ ഉത്സവമായി പഴയകാല കായംകുളം രാജാവിന്റെയും ചെമ്പകശ്ശേരി രാജാവിന്റെയും യുദ്ധമായി മാറിയ ഈ തുടർന്ന് കണ്ട് മൂർച്ചയുള്ള കായംകുളം ഇരുതല മൂർച്ചയുള്ള വാളുപയോഗിച്ച് യുദ്ധം വെട്ടിയ അംഗത്തട്ട് ആ സ്ഥലം ഇന്ന് ഈ സ്ഥലം ഇന്ന് യുദ്ധക്കളമായി മാറുകയാണ്. അലകുന്ന 2 രാജാക്കന്മാര് പരസ്പരം കൊണ്ടുപോകുന്ന 2 രാജാക്കന്മാര് ഇന്ന് ആ പഴയകാല യുദ്ധസ്മരണകള് ഓച്ചിറയുടെ മണ്ണില് ഓച്ചിറയുടെ ഹൃദയത്തിലേക്ക് ഓച്ചിറയുടെ നെഞ്ചുടലിലേക്ക് ഇടിച്ചു കയറുന്ന സുന്ദരമായ ദിനമായി ഇതാ എത്തുകയാണ്. ഇതാ ഈ പടനിലത്തിലേക്ക് യോദ്ധാക്കള് ഇതാ കൈലാശന്മാരോടൊപ്പം യോദ്ധാക്കള് പരസ്പരം കരമറിഞ്ഞ് കൈലാശന്മാർ പരസ്പരം കരമറിഞ്ഞ് പരസ്പരം ഹസ്തദാനം നൽകി അവര് അംഗംബെട്ടിന് തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. മനോഹരമായ ഇവര് 3 വയസ്സ് മുതൽ പ്രായമുള്ളവരെ ഈ അംഗത്തട്ടിലേക്ക് ഈ യുദ്ധകളത്തിലേക്ക് പരസ്പരം അംഗത്തട്ട് യോദ്ധാക്കള് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ആയോധന കലയുടെ ഇരുതല മൂർച്ചയുള്ള കായംകുളം വാളും തോൽപ്പണികയും ഉപയോഗിച്ചിരുന്ന ഒരു കാലം 1746 കടന്നുപോവുകയാണ്. ഭക്തര് ഈ 8 ഘട്ടത്തിന് ചുറ്റും തിങ്ങി നിറയുകയാണ്. വിശ്വാസ സമൂഹം ഇവിടെ ഭക്തര് ഈ ഓച്ചിറയുടെ ഈ പരമ്പര ക്ഷേത്രത്തിന്റെ ഈ 8 ഘട്ടത്തിന് ചുറ്റും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സാധ്യമായ വേലാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കേട്ടോ ചിലപ്പോൾ തല വെറ്റി വീഴും. അതുകൊണ്ട് പതുക്കെ ഞാൻ അങ്ങ് എസ്കേപ്പ് ആകും കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നത്. ഓക്കെ ബൈ. അധികാരത്തിൽ വന്നതിന് ശേഷം ആഴ്ചകൾക്ക് മുമ്പ് തന്നെ കാർത്തികപ്പള്ളി തിരുനാളപ്പള്ളി മാവേലിക്കയിലെ 52 കരകളിലെയും കളരി സംഘങ്ങൾ സന്ദർശിച്ച് ഘോഷയാത്രയിലെയും ഭക്തജനങ്ങളെയും കഴിവാക്കിയുടെയും നേതൃത്വത്തിൽ കളരി സംഘങ്ങൾ സന്ദർശിച്ച് ശേഷം 52 കരകളിൽ നിന്നും കാൽനടയായിട്ടാണ് ഏകദേശം അധികം കര കമ്മിറ്റികളിൽ അങ്ങനെ ഓച്ചിറക്കളിയൊക്കെ കണ്ട് നേരെ കായംകുളം രാജാവ്